നമസ്കാരം. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കുവാനും വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾക്ക് നേതൃത്വം നൽകുവാനും അവസരമുണ്ടാകും. ഇതിന്റെ വെളിച്ചത്തിൽ ബന്ധുമിത്രാദികളെയും സമീപ പ്രദേശത്തുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള ആഘോഷിക്കാൻ അവസരമുണ്ടാകുന്നത് വഴി സമാധാനവും കൃതാർത്ഥതയും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കുന്നത് വഴി ഒരുപക്ഷെ മേലധികാരികളുടെ പ്രത്യേക ഒരു പരിഗണനയിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുക, സ്വന്തമായിട്ട് നടത്തിവരുന്ന കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്നവരാണെങ്കിൽ 2025 മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുക, കരാർ ഒപ്പുവയ്ക്കുക, ഇവയൊക്കെ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായി പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ ആവാമെങ്കിലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അനുമതി ലഭിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് കൂടുതൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു നേട്ടമില്ലാത്തത് കൊണ്ട് സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനും ഈ ഒരു മേഖല നടത്തി വരുന്നവരെ ഏൽപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ വികസിത രാഷ്ട്രത്തിൽ തിരിച്ചു വന്നവർക്കാണെങ്കിൽ ആ രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കോ സുഹൃത്തുക്കൾ മുഖാന്തരം ഒരു വിസയ്ക്ക് അപേക്ഷിക്കാൻ പോലും സാധ്യതയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുമെങ്കിലും തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. പലപ്പോഴും പലവിധത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ അവലംബിക്കുകയും യോഗ പ്രാണായാമമൊക്കെ ശീലിക്കുന്നതിന്റെ വെളിച്ചത്തിൽ അതൊരു പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ജീവിതചര്യയുടെ ഭാഗമാക്കി തീർക്കുവാനും നിർദ്ദേശം തേടുവാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിൽ നിന്നും പലപ്പോഴും മാനസികമായുള്ള സ്വസ്ഥതക്കേടുകൾ അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞതിനാൽ ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലം വന്നു ചേരും. ഈ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ഒന്നോ 2 ദിവസങ്ങളൊക്കെ അവധിയെടുക്കുകയും പിന്നീട് അതെല്ലാം തന്നെ പരിഹരിക്കത്തക്ക വിധത്തിൽ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ മിക്ക ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ വളരെ ലോക്യത്തോടുകൂടി തന്നെ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം ഉണ്ടായിത്തീരും. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കുകയും പുതിയ പ്രചരണ രീതികൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ധാരാളം അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. സാമ്പത്തിക സുരക്ഷിതത്വം മാനിച്ചുകൊണ്ട് വ്യാപാര വിപണന വിതരണ മേഖല ഒരു നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തി അഥവാ വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ടും വിപുലീകരിച്ചുകൊണ്ടും അതിനുവേണ്ടി ക്രോഡീകരിക്കാൻ സാധ്യതയുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന ചില ജോലിക്കാരെ പിരിച്ചുവിടുവാനും പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും മറ്റു ചില ജോലിക്കാർക്ക് പരിശീലനം നൽകുവാനും അവസരമുണ്ടായിത്തീരും. ഇതാണ് ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നവർ
പരമാവധി മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ തന്നെ ആയിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം ഒരു പക്ഷെ പരാജയ സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഒരു പക്ഷെ 1-2 മാസത്തിന് ശേഷം പൂർണ്ണമായുള്ള രീതിയിൽ അവലംബിച്ചതിന് ശേഷം മാത്രം നിരീക്ഷണങ്ങൾ നടത്തുകയായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം പരാജയപ്പെടുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് പലവിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എങ്കിലും മറ്റൊരാൾ പണം മുതൽ മുടക്കുകയും ആ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭരണ പരിഷ്കാരം ആവിഷ്കരിക്കുകയും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ മേൽനോട്ടം വഹിക്കാൻ തക്കവണ്ണമുള്ളൊരു അവസരം ഉണ്ടാകുന്ന ജോലിയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ജോലിക്ക് പരിശ്രമിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികൾക്ക് അപേക്ഷകൾ നൽകുന്നതും നന്നായിരിക്കും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ ജന്മനാട്ടിലേക്ക് ഓണത്തിന് വന്നു ചേരുക എന്ന ആശയം ഒഴിവാക്കി മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം അവസരം വന്നു ചേരും. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായുള്ള ഒരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുകയും ഇനി മുതൽ ആധുനിക സംവിധാനം അവലംബിച്ചും കൊണ്ടും കൃഷി വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയും ഒരു കർഷകന്റെ സഹായ സഹകരണത്തോടുകൂടി ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സ്വല്പം പണച്ചെലവ് ഉണ്ടാകുമെങ്കിലും ഹ്രസ്വകാല വിളകൾക്ക് അനുസൃതമായുള്ള കൃഷി രീതികളായതുകൊണ്ട് ആത്മാർത്ഥ സുഹൃത്തിനെ പോലും ഉൾപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗമുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥാനമാറ്റവും ഉണ്ടാകും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നിലവിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാത്ത പക്ഷം ചില വിദ്യാർത്ഥികൾ വരുന്ന വർഷവും ആദ്യ ഉപരിപഠന പ്രവേശന പരീക്ഷ എഴുതാം എന്ന തീരുമാനത്തിൽ എത്തിച്ചേരും. എന്നാൽ വേറെ ചിലർ ഒരു വിഭാഗം നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് മറ്റ് പുതിയതായുള്ള പാഠ്യപദ്ധതിക്ക്, അതായത് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് വിദേശത്ത് പഠിക്കാനായിട്ട് അപേക്ഷകൾ നൽകുവാനിടവരും. ഒരുപക്ഷെ 2026 ആദ്യത്തിൽ പ്രവേശനം ലഭിക്കുക അല്ലെങ്കിൽ 2025 ആദ്യത്തിൽ പ്രവേശനം ലഭിക്കുക എന്ന സങ്കല്പത്തോടു കൂടിയായിരിക്കാം. എന്നിരുന്നാലും ഇങ്ങനൊരു അവസരത്തിന് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും. നിക്ഷേപ സമാഹരണ യജ്ഞം സെപ്റ്റംബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള ബാങ്ക് ഇടപാടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാനും പൂർണ്ണതയിലെത്തിക്കാനും സാധിക്കും. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും പ്രാചീന സംസ്കാരം മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാത്തിലും ഒരു മിതത്വമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിച്ച് സർവകാര്യ വിജയം കൈവരിക്കുവാൻ യോഗമുണ്ട്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് ഉൽപ്പന്നങ്ങൾ മറ്റ് സ്ഥാപനങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുവാനുള്ള സാധ്യത കാണുന്നു. നിലവിലുള്ള ഗൃഹത്തില് അത്ര തന്നെ നേട്ടമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ പുരോഗതി ഇല്ലാത്തതിനാൽ വാസ്തുശാസ്ത്രപ്രകാരം മാറ്റങ്ങളൊക്കെ വരുത്തുവാനോ പരിവർത്തനങ്ങൾ നടത്തുവാനോ നിർദ്ദേശം തേടുവാനിടയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ജീവിത പങ്കാളിയിൽ നിന്നും ചില സത് അംശങ്ങൾ സ്വീകരിക്കുക, ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക, ഇവയൊക്കെ തന്നെ കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകുവാൻ ഒരു പരിധിവരെ ഉപകരിക്കും. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് അഥവാ ഉപരിപഠനത്തിനായിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുവാൻ അവസരം വന്നു ചേരും. അനാവശ്യമായിട്ടുള്ള ആധി ഒഴിവാക്കി
യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടും കൊണ്ടും എല്ലാ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സമയബന്ധിതമായിട്ട് എല്ലാം ചെയ്തു തീർക്കുവാൻ സാധിക്കും. തൊഴിൽ മേഖലയിൽ നിന്നും സാമ്പത്തികമായുള്ള പുരോഗതി ഉണ്ടാകും. വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം വിപരീത സാഹചര്യങ്ങളെ പോലും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവം പ്രവർത്തിക്കാം എന്ന ധാരണയുണ്ടാകുമെങ്കിൽ പോലും കുടുംബാംഗങ്ങളിൽ നിന്നുമുള്ള അതൃപ്തി കാരണത്താൽ അതിൽ നിന്നും നിരുപാധികം പിന്മാറുവാൻ ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. നാർന്നു കടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. മംഗളകർമ്മങ്ങളിലും വിരുന്നു സൽക്കാരത്തിലും പങ്കെടുക്കുവാനും നേതൃത്വ